ഹായ് ഓൾ, വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു ഫ്രൂട്ട് കേക്ക് ചെയ്യാം. ഓൾറെഡി ഞാൻ ഒരു ഫ്രൂട്ട് കേക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. ഇപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നതായ ഈ ഫ്രൂട്ട് കേക്ക് എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റിൽ നമ്മൾ കേക്ക് ടിന്ന് ലൈൻ ചെയ്യുക. അതായത് പാഷ്മിൻ പേപ്പർ വെച്ചോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ വെച്ച് ലൈൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ അവന് 170 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യുക. അപ്പോൾ ആ ടൈമിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ മിക്സ് തയ്യാറാക്കാം. അത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്രൂട്ട് കേക്കിന് വേണ്ടായ ഇൻഗ്രീഡിയൻസ് നിങ്ങളെ ഒന്ന് കാണിക്കാം. ആദ്യം ഇവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഓൾ പർപ്പസ് ഫ്ലോർ, മൈദ, പിന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, സ്പൈസ് പൗഡേഴ്സ്, പിന്നെ സോൾട്ട്, ബട്ടർ, then powdered sugar, water, ഇത് soaked fruits, nuts, badam, honey, orange marmalade, then honey essence, vanilla essence, and then eggs. ഇത്രയാണ് നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഞാൻ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു 1 കപ്പ് ഷുഗറാണ്. അത് നമുക്കൊന്ന് കാരമലൈസ് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. വെസൽ വെക്കുക, 1 കപ്പ് ഷുഗർ. അത് ചെയ്യുക. ഇത് ഒന്ന് മെൽറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു കാര്യം ഇതോടൊപ്പം തന്നെ ചെയ്യാം. ഒരു 1/2 കപ്പ് വാട്ടർ നമുക്ക് വേറൊരു സ്റ്റൗവിൻ്റെ ടോപ്പിൽ വെച്ച് അത് നമുക്ക് ബോയിൽ ചെയ്യാം. നമ്മളുടെ ഷുഗർ ഇതാ മെൽറ്റായി വരുന്നു, കളറ് ചേഞ്ച് ആവുന്നു. കുറച്ചുകൂടെ അല്പം കൂടെ കളർ വേണം, ഒരു ഡാർക്ക് ബ്രൗണ്. ഇതാ ഇത് കാരമലൈസ് ചെയ്തു. ഇനി ഞാൻ ഈ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാണ്, ചിലപ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാകും. അതുകൊണ്ട് ഞാനതൊന്ന് ഓഫ് ചെയ്തിട്ട്, ഇത് ബോയിൽഡ് വാട്ടറാണ്. അത് നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്, അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇതിരുന്നൊന്ന് തണുക്കട്ടെ. ഇത് അങ്ങനെ നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്തു. ഇത് തണുക്കാനായിട്ട് നമുക്ക് ടൈം കൊടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇത് ഞാൻ വേറൊരു ഫ്രൂട്ട് കേക്കിൻ്റെ വീഡിയോ ചെയ്തതിനകത്ത് ഷുഗർ കാരമലൈസ് ചെയ്യാതെ രീതിയിലാണ് ഞാനത് ചെയ്തത്. അപ്പം ഞാനത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിനി ഒന്ന് തണുക്കട്ടെ. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് സീവ് ചെയ്ത് എടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 1.5 കപ്പ് നല്ല ഹീപ്പായിട്ട് എടുത്തതാണ് മൈദ, ഓൾ പർപ്പസ് ഫ്ലോർ. അതിലേക്ക് സ്പൈസ് പൗഡേഴ്സ്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 1/4 ടീസ്പൂണ് ക്ലോവ്സ് പൗഡർ, 1/4 ടീസ്പൂണ് സിനമൺ, ആൻഡ് 1/4 ടീസ്പൂണ് നട്ട്മഗ്. ഇത് എല്ലാം കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉണ്ട്, അത് ആഡ് ചെയ്യണം. പിന്നെ അല്പം സോൾട്ട്. ഇപ്പോൾ സോൾട്ട് അൺസോൾട്ടഡ് ആണെങ്കിൽ സോൾട്ട് ഇടുക. സോൾട്ടഡ് ബട്ടർ ആണ് കയ്യിൽ യൂസ് ചെയ്യുമെങ്കിൽ ഉപ്പ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ദെൻ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ,
പിന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ. ഇത് വന്ന് നന്നായിട്ട് സീവ് ചെയ്തെടുക്കുക. ഒരു 1 or 2 ടൈംസ് മതി. ഇനി അടുത്ത് നമുക്ക് ഈ ബട്ടർ, ഇത് ഞാൻ ബട്ടറും പൗഡർ ഷുഗറൂടെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഞാൻ 1.5 കപ്പ് ഫ്ലോറിന് ഒരു 200 ഗ്രാംസ് ബട്ടർ ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്കൊരു 1/2 കപ്പ് പൗഡർ ഷുഗർ. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഹൈ സ്പീഡിൽ ആയിട്ട് ഇത് ചെയ്യുക. നല്ല ഫ്ലഫി ആയിട്ട് വരണം. ഇപ്പം 4 മിനിറ്റ്സ് ഞാനിത് ബീറ്റ് ചെയ്തു. നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയും അതിലേക്ക് ഞാൻ ഒരു 1 ടീസ്പൂണ് 1/4 to 1 ടീസ്പൂണ് വാനില എസൻസ് ആഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മുട്ട, ഇതിന് മുട്ടയുമായിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. ഞാൻ 3 eggs ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എഗ്സ് ഒന്നിച്ച് ബീറ്റ് ചെയ്ത് 1 by 1 ആയിട്ട് ബീറ്റ് ചെയ്യുക. അടുത്ത മുട്ട ഇട്ടു. അതിൻ്റെ കൂടെ അല്പം 1 ടേബിൾ സ്പൂൺ നമ്മൾ സീവ് ചെയ്തതായ പൗഡർ ഞാൻ ആഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഈ കർഡിൽ ചെയ്യാൻ പിരിഞ്ഞ് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഓരോ മുട്ട ബീറ്റ് ചെയ്യുമ്പോഴും അല്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അല്പം ചേർക്കുക. നമ്മൾ ചെയ്യുമ്പം എപ്പോഴും മുട്ട ബീറ്റ് ചെയ്യുമ്പോഴാണേലും ഷുഗറും ബട്ടറും ബീറ്റ് ചെയ്യുമ്പോഴും എല്ലാം ഞാൻ 1 സ്പീഡ് ഹൈ സ്പീഡിലിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/3 കപ്പ് ഓറഞ്ച് മാർമലൈഡ്. ഇതില്ല എങ്കിൽ നമ്മൾക്ക് പൈനാപ്പിളോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ജാം പ്രിഫർ ചെയ്യാം. പൈനാപ്പിളാണ് കുറച്ചുകൂടി നല്ലത്. ഇപ്പം ഞാനിവിടെ ഇന്ന് യൂസ് ചെയ്യുന്നത് ഓറഞ്ച് മാർമലൈഡാണ്. അതായത് 1/3 കപ്പ് എന്ന് പറഞ്ഞാൽ 5 ടേബിൾ സ്പൂൺ പ്ലസ് 1 ടീസ്പൂണ് അത് ഇതിലേക്ക് ചേർക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ഹണിയൂടെ ചേർക്കുന്നു. ഇതൂടെ ഒന്ന് ചേർത്ത് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു മിനിറ്റ് മതി, ഹൈ സ്പീഡിലിട്ട് തന്നെ. ഇനി നമ്മൾ അടുത്തത് ഒരു കാരമലൈസ് ചെയ്തിട്ടുള്ളതായ സിറപ്പ് ഈ കൂട്ടിലേക്ക് ഒഴിക്കുക. അതുമൊന്ന് നന്നായിട്ട് ഹൈ സ്പീഡിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളുടെ ബാക്കി ഫ്ലോറിനകത്തേക്ക് നമ്മൾ സോക്ക് ചെയ്തതായ ഫ്രൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ 1.5 കപ്പ് ഫ്ലോറിന് 1.5 കപ്പ് തന്നെ സോക്ക് ചെയ്ത ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. സോക്ക് ചെയ്ത ഫ്രൂട്ടിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് ഇതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കാരണം അല്ലെങ്കിൽ ഈ ഫ്രൂട്ട്സ് അങ്ങ് താഴെ ബേക്ക് ചെയ്യുമ്പം താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതുമായിട്ട് മിക്സ് ചെയ്യുന്നു.
ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കാഷ്യൂ നട്ട്സ്, ഒരു 2 ടേബിൾ സ്പൂണ് ബദാം ഇങ്ങനെ പീസാക്കിയത്, ഒരു അല്പം ഓറഞ്ചിൻ്റെ സെസ്റ്റ്, അതിൻ്റെ ആ പുറത്തെ തൊലി കുറച്ച്, എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ ഈ ഫ്രൂട്ട് സോക്ക് ചെയ്തത് നമ്മൾക്ക് റമ്മിലോ ബ്രാൻഡിയിലോ ചെയ്യാം, ആൽക്കഹോൾ ഇഷ്ടമുള്ളവർക്ക്. അതല്ല എങ്കിൽ ഓറഞ്ച് ജ്യൂസിനകത്ത് സോക്ക് ചെയ്ത് നമുക്ക് ഫ്രൂട്ട് സോക്ക് ചെയ്യാം. ഇങ്ങനെ ഈ ആൽക്കഹോളിൽ സോക്ക് ചെയ്താൽ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ വീണ്ടും നമുക്ക് ഒരു 1 ഇയർ വരെ നമുക്കത് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ലാതെ ഇരിക്കും. പിന്നെ നമ്മൾ കേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു മിനിമം ഒരു 7 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 10 ഡേയ്സ് മുമ്പേ ഫ്രൂട്ട് സോക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴേ അതിൻ്റെ ആ ഫ്ലേവർ എല്ലാം നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ സോക്ക് ചെയ്യുന്നത് ഓറഞ്ച് ജ്യൂസിലാണെങ്കിൽ അത് ഒരുപാട് ദിവസമൊന്നും നിൽക്കില്ല. അത് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 24 hours ബിഫോർ അത് ഫ്രൂട്ട്സ് ഓറഞ്ച് ജ്യൂസിനകത്ത് സോക്ക് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ആ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഞാൻ ഈ റിമൈനിങ് ഫ്ലോറിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കാം. പിന്നെ നമ്മൾ ഇനിയും ഇത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പതുക്കെ ബാച്ചായിട്ട് ഇത് ഫോൾഡ് ചെയ്തെടുക്കുക. അങ്ങനെ ബാച്ചായിട്ട് ചെയ്യുക. നമ്മൾ ഫോൾഡ് ചെയ്യുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒത്തിരി ബലമൊന്നും പ്രയോഗിച്ച് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ബേക്കിംഗ് ടിന്നിലേക്ക് നമുക്ക് മാറ്റാം. ഞാൻ കംപ്ലീറ്റ് ഇതിനകത്തേക്ക് മാറ്റി ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എല്ലായിടം ഒന്ന് ഇത് ചെയ്യുക. ഇനി ഇത് പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് പൊക്കോട്ടെ. ഓക്കെ, ഇനി നമ്മൾ അവനകത്ത് ഓൾറെഡി 10 minutes പ്രീ ഹീറ്റ് ചെയ്ത് അതാണ് 170 ഡിഗ്രിയിൽ വന്നിട്ട് ഇനി നമുക്ക് കേക്ക് ഒരു 50 to 55 minutes ബേക്ക് ചെയ്തെടുക്കാം. ഈ 50 to 55 minutes എന്ന് ഞാൻ പറഞ്ഞ ഓരോരുത്തരുടെ അവനിൻ്റെ ഇത് വേറെ എന്താ ടൈമിങ് മാറ്റം കാണുമായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഒരു 50 minutes ഒക്കെ കഴിയുമ്പോൾ വെച്ച് ടൂത്ത് പിക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തിട്ട് നോക്കാതെ കുക്കായോ ഇല്ലയോ എന്നുള്ളത്, ബേക്കായോ ഇല്ലയോ എന്നുള്ളത്. ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെറിയോ കാഷ്യൂ നട്ട്സോ ഇങ്ങനെ ടോപ്പിൽ വെച്ച് കൊടുക്കാം. നമ്മുടെ കേക്ക് ബേക്കായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഏതിനകത്താണോ നമ്മുടെ ഫ്രൂട്ട് സോക്ക് ചെയ്തേക്കുന്നത് അത് വെച്ച് നമുക്കൊന്ന് ബ്രഷ് ചെയ്യാം. അത് ഉടനെ കുറച്ച് ചൂടൊന്ന് ആറിയിട്ട് എന്നിട്ട് പിന്നെ ഇനി കുറച്ചുകൂടെ ഒരു കംപ്ലീറ്റ് അതിൻ്റെ കൂളായിട്ട് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. നമ്മളുടെ കേക്ക് ഇവിടെ നന്നായിട്ട് കൂളായിട്ടുണ്ട്. ഇത് ഞാനൊരു സെർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഓക്കെ,
റെഡിയായി. ഇനി നമുക്ക് ഇത് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഫ്രൂട്ട്സ് എല്ലായിടും മിക്സ് ആയിട്ട് വന്നിട്ടുമുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ട് വന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഫ്രൂട്ട് കേക്ക് നമ്മൾക്ക് ഉടനെ നമ്മളത് സേവ് ചെയ്യരുത്. എപ്പോഴും സെർവ് ചെയ്യുന്നത് ഒരു 2-3 ഡേയ്സ് മുമ്പേ ബേക്ക് ചെയ്ത ശേഷമേ ഇത് ചെയ്യാവുള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഫ്രൂട്ട് കേക്ക് റൂം ടെമ്പറേച്ചറിൽ ആഴ്ചകളോളം അത് ഇരുന്നോളും. അതല്ല ഫ്രിഡ്ജിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ മാസങ്ങളോളം പൊക്കോളും, മാസങ്ങളോളം ഇരുന്നോളും. അപ്പം നിങ്ങൾ ഈ ക്രിസ്മസ് ഈ കേക്ക് ഇതുപോലെ ഉണ്ടാക്കി നിങ്ങളും എൻജോയ് ചെയ്യും.